നമസ്കാരം. DGP ആകേണ്ട ആൾ ജയിലിൽ. DGPയെ രക്ഷിക്കാൻ രമേശ് ചെന്നിത്തല. രക്ഷാപ്രവർത്തന കേസ് ചിലപ്പോൾ അട്ടിമറിക്കപ്പെട്ടേക്കാം. ADGP MR അജിത് കുമാറിനോട് പോലീസ് മേധാവി വിശദീകരണം തേടാൻ പോകുന്നു. 2 ദിവസത്തിനകം മറുപടി നൽകണം. നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. പുതിയ അന്വേഷണ റിപ്പോർട്ട് MRന് കുരുക്കായി മാറുന്നുണ്ട്. പക്ഷേ രക്ഷിച്ചെടുക്കാൻ ആഭ്യന്തര കേന്ദ്രങ്ങളിൽ ദ്രുതഗതിയിലുള്ള തിരക്കുകൂട്ടലുകൾ. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പോലീസ് ആസ്ഥാനത്ത് നീക്കം നടക്കുന്നുണ്ട്. വിഷയത്തിൽ ADGPയോട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരിട്ട് വിശദീകരണം തേടുകയും ചെയ്യും. SITയുടെ നിർണായകമായിട്ടുള്ള വ്യക്തത വരുത്തി നൽകിയ പുതുക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നടപടികൾ. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ ADGP അജിത് കുമാർ 2 ദിവസത്തിനകം ഔദ്യോഗികമായിട്ട് മറുപടി നൽകേണ്ടി വരും. വിശദീകരണം ലഭിച്ച ശേഷം ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ADGPക്കെതിരെ ആവശ്യമായിട്ടുള്ള വകുപ്പ് തല അന്വേഷണത്തിനോ നടപടിക്കോ ഉള്ള അന്തിമ ശുപാർശ പോലീസ് മേധാവി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറും. അടുത്ത ആഴ്ചയോടെ തന്നെ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. നടപടിക്രമങ്ങളെല്ലാം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുവാനാണ് നിർദ്ദേശം. നിലവിലെ വിവരമനുസരിച്ച് ADGPക്ക് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം തടഞ്ഞുവെക്കും. മുമ്പ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചാണ് SIT പുതിയ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. കേസിൻ്റെ അന്വേഷണത്തിൽ ADGP വലിയ വീഴ്ച വരുത്തുകയും നടപടികൾ അട്ടിമറിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തൽ പുതിയ റിപ്പോർട്ടിലും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനു മുൻപ് അജിത് കുമാർ നൽകിയ മറുപടികൾ തള്ളിക്കളയുന്നതാണ് SITയുടെ പുതിയ കണ്ടെത്തലുകൾ. നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ പോലീസ് മേധാവി മുൻകൂട്ടി നിയമോപദേശം തേടിയിരുന്നുവെന്നും ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തിയ നിഗമനങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ SITയോട് ആവശ്യപ്പെട്ടതും. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് കേസിന് ആധാരമാകുന്നത്. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ കേസിലെ തുടരന്വേഷണം ഉന്നത തലത്തിൽ വെച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണത്തിലാണ് SIT അന്വേഷണം നടത്തിയതും. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGPയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്ന കണ്ടെത്തലിൽ SIT ഉറച്ചു നിൽക്കുകയാണ്. ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണമൊരുക്കുന്ന രീതിയിൽ അന്വേഷണം തിരിച്ചുവിട്ടു എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായിട്ടും പരിശോധിച്ചത്. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാനെടുത്ത സമയം ഇവയൊക്കെ കാണേണ്ടതുണ്ട്. അതിനിടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാൻ വൈകുന്നതിൽ ഭരണതലത്തിൽ അമർഷം ഉയരുകയാണ്. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും പോലീസ് മേധാവിയോട് വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അതിവേഗത്തിൽ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. മറുഭാഗത്ത് സംഭവത്തിൽ മർദ്ദനമേറ്റ AD തോമസ് MLA, ആ MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായുള്ള നിയമ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുകൂടിയാണ്. കേസ് അട്ടിമറിക്കുവാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടവർ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. പോലീസ് സേനയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ അടുത്ത ആഴ്ച തന്നെ തീരുമാനമുണ്ടാകുമെന്ന് സൂചനകൾ പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്ത നീക്കം നിർണായകമാകും. വരും ദിവസങ്ങളിൽ വിഷയം രാഷ്ട്രീയമായിട്ട് തന്നെ കൂടുതൽ സജീവ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ DGP ആകേണ്ട ആൾ MR അജിത് കുമാറിനെ പോലൊരാൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? അതോ ഈ പറയുന്ന പോലെ രക്ഷിച്ചെടുക്കുവാൻ പല മേഖലകളിൽ നിന്ന് ആൾക്കാർ എത്തപ്പെടുമോ? രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കപ്പെട്ടേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. തെറ്റ് ചെയ്ത ADGP MR അജിത് കുമാറിനോട് പോലീസ് മേധാവി വിശദീകരണം തേടി കഴിയുമ്പോൾ, 2 ദിവസത്തിനകം അതിൻ്റെ മറുപടി നൽകി കഴിയുമ്പോൾ, അതിൽ നടപടികൾ ഒരാഴ്ചയ്ക്കകത്ത് പൂർത്തിയാക്കി കഴിയുമ്പോൾ, പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുമ്പോഴും അവിടെ ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല. അഥവാ അങ്ങനൊരു വ്യക്തത ഉണ്ടാകാതാകുകയാണെങ്കിൽ അത് ഈ സർക്കാരിന് ഏൽക്കുന്ന മറ്റൊരു മാറാത്ത കളങ്കമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ADGP MR അജിത് കുമാറിനെ പോലൊരാളെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത ഈ സർക്കാരിന് എന്തായാലും ഇല്ല, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്.
അവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് ഈ പാർട്ടിയോടും സർക്കാരിനോടും കാണിക്കുന്ന ചതിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പുതിയ അന്വേഷണ റിപ്പോർട്ട് എം.ആർ. അജിത് കുമാറിന് കൂടുതൽ കുരുക്കായി മാറുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരു സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ ബന്ധനസ്ഥനാക്കാമോ അങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടി തന്നെ ഈ സർക്കാരിനെ ആക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പുകളും ഈ പറയുന്ന പോലെ KSUമൊക്കെ വളരെ ശക്തമായിട്ടും നിശിതമായിട്ടുമൊക്കെ പ്രതിപക്ഷം വിമർശിക്കുന്നതിനേക്കാൾ ഏറെ ശക്തിയോടുകൂടി വിമർശിക്കുന്നുണ്ട്. സതീശനെ അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിനോട് KC വേണുഗോപാലിൻ്റെയും അതുപോലെ തന്നെയുള്ള കോൺഗ്രസിലെ രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെയും മേലാളന്മാർക്ക് സഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ഷാഫി പറമ്പിലടക്കം സതീശനോട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും KC വേണുഗോപാൽ പക്ഷത്തേക്ക് പോയ സാഹചര്യത്തിലും എങ്ങനെയും സതീശൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുക, സതീശൻ്റെ പേരിന് ദോഷമുണ്ടാക്കുക, കളങ്കമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് നേതാക്കന്മാർ കൂടി കോൺഗ്രസിനകത്തുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ എത്ര കാലം മുന്നോട്ട് പോകുമെന്നതിനെക്കുറിച്ച് പോലും അറിയില്ല. അവിടെയാണ് ADGP എം.ആർ. അജിത് കുമാറിനെ അടക്കം രക്ഷിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിന്നോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന് ഒരു അവമതിപ്പാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.